എപ്പിസോഡ് 20 UPSC 2025 ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. 3 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരി എന്നതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വിത്തൗട്ട് ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വുഡ് ബി വെൽ ബിലോ ഫ്രീസിംഗ് പോയിൻറ്റ് എവരിവെയർ ഓൺ ദ എർത്ത് സർഫസ്. അതെ, അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എർത്ത് ഫ്രീസിംഗ് പോയിൻറ്റിന് താഴെയായി പോയേനാ. ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു ഫാക്റ്റാണ് അല്ലേ. അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ചൂട് പിടിച്ചു വയ്ക്കുകയും അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ലൈഫ് പോസിബിൾ ആവുന്നത്. ഓക്കെ, ആ ഒരു ഫാക്റ്റ് നമ്മൾ കുഞ്ഞിലേ തൊട്ട് പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വയ്ക്കുവാണെങ്കിൽ അത് ശരിയായിട്ട് എടുക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ട്രാപ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻസ് അവർ പ്ലാനറ്റ്സ് ആവറേജ് ടെമ്പറേച്ചർ. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏതാണ്ട് അതേ അർത്ഥം തന്നെയല്ലേ ഇവിടെയും പറയുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ചെയ്ത് ട്രാപ്പാക്കി വെച്ചേക്കുന്ന ഹീറ്റാണ് നമ്മുടെ പ്ലാനറ്റിൻ്റെ ആവറേജ് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ശരിയാണ്. സോ അതും ശരിയായിട്ടെടുക്കാം. Atmosphere gases like carbon dioxide are particularly good at absorbing and trapping radiation. സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റി പഠിക്കാറുണ്ടല്ലേ. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്നൊക്കെ റിഫ്ലക്റ്റായി പോകുന്ന സൂര്യൻ്റെ ചൂട് പിടിച്ചു വെക്കുകയും അത് ഔട്ടർ സ്പേസിലോട്ട് എസ്കേപ്പ് ചെയ്ത് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമല്ലേ. ഇവരത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ ചൂട് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന് ഉദാഹരണമായിട്ട് പഠിച്ച 2 ഗ്യാസസാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിലും ട്രാപ്പ് ചെയ്യുന്നതിലും മിടുക്കനാണെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല, അവർ മിടുക്കരാണ്. അതുകൊണ്ടാണ് എർത്തിൽ ലൈഫ് പോസിബിൾ ആവുന്നത്. പക്ഷേ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മീഥേൻ്റെയൊക്കെ അളവ് കൂടുന്നത് കൊണ്ട് ഇവർ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അത് നമുക്ക് ദോഷകരമാവുകയും ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ് ദേ ആർ ഗുഡ് അറ്റ് അബ്സോർബിങ് റേഡിയേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി 1, 2 ആൻഡ് 3. സോ നമ്മുടെ വളരെ ബേസിക് ഫാക്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യം സോൾവ് ചെയ്തത്.